ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു കെൻവുഡ് എയർ ഫ്രയർ വാങ്ങി. വിത്ത് ഓവണും കൂടി ഉണ്ട് കേട്ടോ. രണ്ടും കൂടിയുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അപ്പോൾ എയർ ഫ്രയർ വിത്ത് ഓവൺ അങ്ങനെ ഒരെണ്ണമാണ് ഞാൻ മേടിച്ചത്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് ഷോപ്പുകാർ കുറച്ച് പറഞ്ഞു തന്നു. ഇനി നമ്മൾ ചെയ്ത് നോക്കണം. നമുക്ക് ചെയ്ത് നോക്കിയാലാണ് ഇതിൻ്റെ ശരിക്കുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. ഇത് കണ്ടോ, ഇതാണ് ഓവൺ. ഇത് ഓവൺ മേടിച്ചപ്പോൾ ഒരു പ്രോഡക്റ്റ് കിട്ടിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ചിപ്സുകൾ ഒക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞത്. അതുപോലെ ഒരു കമ്പി കണ്ട കോല്, അതിനുള്ളിൽ ഇപ്പോൾ നമുക്ക് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം കോർത്തിട്ട് അതും നമുക്ക് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. അത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, പൊള്ളാതിരിക്കാനായിട്ട് വലിച്ചെടുക്കാൻ വേണ്ടി. കാരണം ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ മൊത്തം ഭയങ്കര ചൂടാണ്. പുറത്തെ ഡോറിന് വരെ ഭയങ്കര ചൂടാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കൈ പൊള്ളും കേട്ടോ. അതുപോലെ ഇത് ഗ്രില്ല് ചെയ്യാനുള്ളത്, ഈ കാണുന്നതാണ് ഗ്രില്ല് ചെയ്യാനുള്ളത്. കണ്ടോ, ഇതാണ് നമ്മുടെ എയർ ഫ്രയർ വിത്ത് ഓവൺ. പിന്നെ സ്വിച്ചുകളൊക്കെ കണ്ടോ, ഈ കാണുന്നതാണ്. ഇത് ഫങ്ഷൻ. പിന്നെ അതുപോലെ ഇത് ടെമ്പറേച്ചറും ടൈമൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടുള്ളത് നമുക്ക് ഓണാക്കാനുള്ളത്. മറ്റേത് ചെറിയത് ലൈറ്റ് കത്തിക്കാനുള്ളത്. അങ്ങനത്തെ ഓപ്ഷനുകളൊക്കെയാണ്. ഇനി ചെയ്ത് നോക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇനി ഓരോന്ന് ഇതിൽ ഉണ്ടാക്കി നോക്കട്ടെ, ഞാൻ ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് ശരിയാവുന്നാണെങ്കിൽ ഞാൻ വീഡിയോ പിടിച്ച് ഞാൻ യൂട്യൂബിലിടാം കേട്ടോ. ഇത് ഓവൻ്റെ സൈഡ് ഭാഗമാണ് കേട്ടോ. ഇതൊരു സൈഡാണ്. ഇതുപോലെ തന്നെ അങ്ങേ സൈഡും. ഇത് ഫ്രണ്ട്. ഞാൻ വാങ്ങിച്ച എയർ ഫ്രയർ എല്ലാവരും പരിചയപ്പെടുത്തി തരുന്നതാണ് കേട്ടോ. അതുപോലെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, എണ്ണ ഒഴിവാക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് എയർ ഫ്രയർ. അത് പല കമ്പനിയുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വാങ്ങിച്ചപ്പോൾ ഇതുപോലെ ഒരു അരിപ്പ നമുക്കതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് അതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ അരിപ്പയിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുക. പിന്നെ ഒരു ബ്ലാക്ക് കളറിൽ ഒരു ട്രേ ഉണ്ട്. ഇതാണ് ട്രേ. അത് ഈ അരിപ്പയുടെ അടിയിൽ വെക്കാനുള്ളതാണ്. അപ്പം നമ്മൾ അരിപ്പയിൽ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അതിൻ്റെ പൊടി, അതുപോലെ എണ്ണ അതൊക്കെ ഈ ട്രേയിലേക്കാണ് വന്ന് വീഴുക. ഇനി ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഉൾവശം, കണ്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ട്രേ വെച്ച് കൊടുക്കണം, കണ്ടോ. അങ്ങനെയാണ് ട്രേ വയ്ക്കുക. അതിൻ്റെ മേലെയാണ് നമ്മൾ ആ വല പോലെയുള്ള ട്രേ വെക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഈ വല പോലെയുള്ള ട്രേയിലാണ് നമ്മൾ ചിക്കൻ ആയാലും അതുപോലെ ഫിഷ് ആയാലും മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഇതിലത്തെ പൊടികൾ, അതുപോലെ ഓയിൽ അതൊക്കെ ഉണ്ടെങ്കിൽ താഴത്തെ ട്രേയിലേക്ക് വീഴും. ഇനി നമുക്ക് ഡോർ അടയ്ക്കാം. അതുപോലെ നമ്മൾ വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളതാണ് ഈ ബുക്ക്. ഇത് ഇൻസ്ട്രക്ഷൻ നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കിയതാണ് കേട്ടോ, എങ്ങനെയുണ്ടോയെന്ന്. ഇതിൻ്റെ ഓരോ ഫങ്ഷനും നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓൺ ചെയ്തപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്, കണ്ടോ. അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.
അടുത്ത് തന്നെ ഞാൻ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.